ഇങ്ങനെ കുറെ ആളുകളുണ്ട്, ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുക, എനിക്കുള്ളത് ഇവിടെ അങ്ങനെ എത്തും എന്ന് പറയാം. എനിക്കുള്ളത് ഇവിടെ അങ്ങനെ എത്തും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തവക്കുലിന്റെ ഉദാഹരണം. ഒരു പക്ഷിയുടെ ഉദാഹരണമാണ് പറഞ്ഞത്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസായിരിക്കും, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി ലറസഖകും കമാ തുർസഖു ത്വയ്റു തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. നിങ്ങൾ അല്ലാഹുവിൽ ബരമേൽപ്പിക്കേണ്ട വിധം ബരമേൽപ്പിക്കുകയാണെങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് റിസ്ക് തരും, അല്ലാഹ് നമുക്ക് അന്നം തരും. ഏതുപോലെ ഒരു ഉദാഹരണം പറയാണ്. കമാ തുർസഖു ത്വയ്റു, ഒരു പക്ഷിക്ക് അല്ലാഹു ആഹാരം കൊടുക്കും പോലെ. ഒരു പക്ഷിയോടാണ് ഉദാഹരിച്ചത്. ആ പക്ഷിക്ക് ആഹാരം കിട്ടുന്നത് എങ്ങനെയാണെന്നാ റസൂലുള്ള പറയുന്നത്? തഗ്ദു ഖിമാസൻ, ആ പക്ഷി അതിൻ്റെ കൂട്ടിൽ നിന്ന് ഒട്ടിയ വയറുമായി പ്രഭാതത്തിൽ പുറത്തു പോകുന്നു. എന്നിട്ട് അത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തൊക്കെ പിന്നെ കൊമ്പിലും ചില്ലയിലും പാടത്തോ പറമ്പത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കൊത്തി തിന്ന് അധ്വാനിച്ചുണ്ടാക്കി അതിങ്ങനെ അതെന്ത് ചെയ്യും? അതിന് വേണ്ട തീറ്റ ശേഖരിക്കും. തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന, വൈകുന്നേരം ആ പക്ഷി തൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത് നിറവയറുമായിട്ടാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരമൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിലൂടെ എന്താ നമ്മൾ പഠിക്കേണ്ടത്? ആ പക്ഷിക്ക് ആഹാരം കൊടുത്തത് അള്ളാഹു എങ്ങനെ? അതതിൻ്റെ കൂട്ടിലിരുന്നപ്പോൾ അങ്ങോട്ട് കിട്ടിയോ? അതതിൻ്റെ രാവിലെ അതിൻ്റെ ഡ്യൂട്ടിക്ക് പോയി, കിട്ടേണ്ടിടത്ത് നിന്ന് കൊത്തിപ്പെറുക്കി അതിനനുവദിക്കപ്പെട്ടത് അത് കഴിച്ചു, അത് തിരിച്ചു വന്നു. ഇതേപോലെ നിങ്ങളൊന്ന് തവക്കുലാക്ക്. നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യ്, ബാക്കി അള്ളാഹുവിൽ ഏൽപ്പിക്ക്. അതാണ് തവക്കുൽ. മറ്റേത് തവാക്കുലാണ്. എത്ര വളരെ മനോഹരമായ ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അപ്പം അതാണ് സുഹൃത്തുക്കളെ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ. മറ്റൊക്കെ എന്തും വരുന്നിടത്ത് വെച്ച് കാണാം, അതൊരു വിഡ്ഢിത്തത്തിൻ്റെ ധൈര്യം വിളമ്പലാണ്. അതൊക്കെ അള്ളാഹ് തീരുമാനിച്ച പോലെ വരും. എങ്ങനെ തീരുമാനിച്ച പോലെ വരും? ഞാനും നിങ്ങളും ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, ബാക്കി അള്ളാഹു തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ. ഇത് നമുക്ക് നിവൃത്തിയൊന്നുമില്ല. എന്നാലാകുന്നതൊക്കെ ഞാൻ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകാൻ വേണ്ടി എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ നടത്തി. മക്കത്തുനിന്ന് മദീനത്തേക്കാണ് പോകുമ്പോൾ എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് നടത്തിയത്. എവിടെ താമസിക്കണം എന്ന് ആദ്യം പ്ലാൻ ചെയ്തു. ഒളിച്ച് താമസിക്കണം, എത്ര ദിവസം താമസിക്കണം, ആ സമയത്ത് കഴിക്കാനുള്ള ഫുഡ് ആര് കൊണ്ടുവന്ന് തരണം, അതീവ രഹസ്യമായി. ഇനി മദീനത്തേക്ക് എത്താനുള്ള വഴി നേരായ റൂട്ട് പോയാൽ ശത്രുക്കളുടെ കണ്ണിൽ പതിയും. അതുകൊണ്ട് ശത്രു ശ്രദ്ധിക്കാത്ത ഒരു വളഞ്ഞ വഴി, കുറുക്ക് വഴി സ്വീകരിക്കണം. അതറിയാവുന്ന ഒരാളെ, ഒരു ഗൈഡിനെ ആദ്യം തന്നെ ഏർപ്പാട് ചെയ്തു. എന്തൊക്കെ കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ ചെയ്യണോ അതൊക്കെ ചെയ്തിട്ടാണ് ഹിജ്റയാണ് പോയത്. അതാണ് അസ്ബാബുകൾ എന്ന് പറയുന്നത്. ഈ അസ്ബാബുകളെ, ഈ കാരണങ്ങളെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചിട്ട് ബാക്കിയാണ് എന്ത് ചെയ്യേണ്ടത്? തവക്കുൽ ചെയ്യേണ്ടത്. ഇനി അല്ലാഹ് നിന്റെ കയ്യിലാണ് കിടക്കുന്ന കാര്യങ്ങൾ, ഇനി നീയാണ്. അപ്പം നമുക്ക് ആശ്വാസമായി. എന്താണ്? എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു, നിന്റെ റബ്ബാണ്. ആ റബ്ബിലുള്ള തവക്കുൽ എന്ന് പറഞ്ഞാൽ അവരിൽ അങ്ങോട്ട് ഉറച്ചു വിശ്വസിക്കല. തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാങ്ങൾ? അൽ ഇഅ്തിമാദു അലല്ലാഹ്, അള്ളാഹുവിൽ അങ്ങോട്ട് നമ്മളെ ഏൽപ്പിക്കലാണ്. അടിയുറച്ച വിശ്വാസമാണ്. കൃത്യമായിട്ട് നല്ല സിഖത്ത് വേണമെന്നാണ് തവക്കുലിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞതെന്താ? ഫലാ ബുദ്ദ മിൻ ഇഅ്തിമാദിൻ വസിഖത്തിൻ, രണ്ടും വേണം. അള്ളാഹുവിലാണ്ട് ഏൽപ്പിക്കും വേണം, സിഖത്തും വേണം. എന്താ ഈ സിഖത്ത് എന്ന് പറഞ്ഞാൽ? നല്ല ഉറപ്പ് വേണം. നല്ല ഉറപ്പോടെ ഏൽപ്പിക്കണം. നമ്മളൊക്കെ എന്ത് ചോദിച്ചാൽ ഏൽപ്പിക്കും, പക്ഷെ ഉറപ്പില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ അള്ളാഹ് സഹായിക്കുമെന്നൊന്നും അറിയില്ല എന്നുള്ളൊരു എക്കാശക്കിലാണ് നമ്മൾ നിൽക്കാൻ. നേരെ മറിച്ച് അമ്പിയാക്കളൊന്നും അങ്ങനെ ആയിരുന്നില്ല. അവർ പറഞ്ഞിൽ അവർക്ക് നല്ല ഉറപ്പായിരുന്നു. അമ്പിയാക്കന്മാരെ തവക്കുൽ നോക്കൂ നിങ്ങൾ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഉദാഹരണമല്ലേ? മൂസാ നബി അലൈഹി സ്വലാമിനെ വധിക്കാനും ബനൂ ഇസ്രായേലിനെ കൊല ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഫിറഔൻ പിന്നാലെ. മൂസാ അലൈഹി സ്വലാം അനുയായികളും രക്ഷപ്പെടുകയാണ്. കടലിൻ്റെ സമീപത്തെത്തി. മുന്നിൽ കടൽ, പിന്നിൽ ആർത്തലച്ചു വരുന്ന ഫിറൗനും അവൻ്റെ ആളുകളും, നടുക്ക് വിശ്വാസികൾ. ഇനി അവിടെ എന്ത് മാർഗമുള്ളത്? എന്ത് മാർഗമുള്ളത്? ജനങ്ങളിതാ അവർ പിന്നിലേക്ക് നോക്കുകയാണ്. ഇതാ ഫിറൗനും പൊട്ടാളവും വരികയാണ്. നമ്മളെ കൊന്നത് തന്നെ. വെള്ളത്തിലേക്ക് എടുത്തു ചാടിയാൽ മുങ്ങി മരിക്കുകയും ചെയ്യും. രണ്ടിൻ്റെ ഇടയിൽ പെട്ടു. തിരിഞ്ഞോടാനും നിവൃത്തില്ല, മുന്നിൽ ഓടാനും വയ്യ. അവിടെ കടലാണ്, പുറത്ത് ഫിറൗനും പൊട്ടാളമാണ്.
ആ വിശ്വാസികൾ വല്ലാതെ ബേജാറായപ്പോൾ നേതാവായ മൂസ നബി അലൈഹിസ്സലാം തവക്കുലിൻ്റെ ഒരു വാക്ക് പറഞ്ഞിട്ടാണ്ട് ആശ്വസിപ്പിച്ചു. അവര് പറഞ്ഞു, മൂസ ഇന്നാല മുദറക്കൂൻ, ദാ നമ്മളിപ്പോ പിടിക്കപ്പെട്ടത് തന്നേനാ, എല്ലാരും കൂടിയും പറഞ്ഞു. മൂസ നബി അലൈഹിസ്സലാം ബേജാറായില്ല. ജനങ്ങളോട് പറഞ്ഞു, ശാന്തരാകുകയും. അങ്ങനെ ഒന്നും ഉണ്ടാവില്ലടാ, അങ്ങനെ ഒന്നും സംഭവിക്കൂല, നിങ്ങൾ പേടിക്കണ്ട. ഇന്ന മഴിയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, എന്തെങ്കിലും ഒരു വഴി അവൻ എനിക്ക് വഴിയെ കാണിച്ചു തരും. എന്താ വഴി എന്നൊന്നും മൂസാ നബിക്ക് അറിയില്ല. എന്താ ഇപ്പൊ വഴി? നമ്മൾ വിചാരിക്കും എന്ത് വർത്താനപ്പ പറയുന്നത്, എന്ത് വഴി? മുന്നിൽ കടൽ, പിന്നിൽ ഫിറൗൻ വരിക, എന്ത് വഴിയാ അപ്പൊ അവിടെ എന്നാ നമ്മൾ ചിന്തിക്കുക. പക്ഷെ സിഖത്തോടു കൂടെ മൂസാ നബി അലൈഹിസ്സലാം പറയണേ, റബ്ബുണ്ട് എൻ്റെ കൂടെ. എന്താ വഴി എന്നൊന്നും മൂസ നബിക്ക് അറിഞ്ഞൂടാ. അത് പറഞ്ഞു കുറച്ചാണ് കഴിയേണ്ട താമസം. അപ്പോഴേക്ക് വഹി. മൂസാ കയ്യിൽ വടിയില്ലേ, അടി സമുദ്രത്തിൽ അടിച്ചു. സമുദ്രം രണ്ടായി പിളർന്നൊരു വഴി രൂപാന്തരപ്പെട്ടു. വഴിയിൽ നോക്കുമ്പോൾ നിറയെ കടൽ ചെളിയാണ്, ഇറങ്ങിയാൽ കാലാണ്ടുപോകും. ഒരു കാറ്റടിച്ചു. കാറ്റടിച്ചതോടുകൂടി യബസൻ, വറ്റി വരണ്ടു ആ വഴി. ലാ തഖാഫു ദറകൻ വലാ തഖ്ശ, ഇനി അവിടെ ആണ്ടുപോകലോ അല്ലെങ്കിൽ പ്രശ്നമൊന്നും, ചെളിയൊന്നുമില്ല. കൃത്യമായ ഒരു റോഡ്, നല്ലൊരു ഫുട്പാത്ത് കടലിലൂടെ റബ്ബാണ് നിശ്ചയിച്ചു കൊടുക്കുക. ഈ തവക്കുൽ അവർക്ക് കിട്ടിയത് എങ്ങനെയാണെന്നറിയാം. അവർക്ക് അതിൽ പറയണതിലെല്ലാം ഉറപ്പുണ്ട്. പറയണ ഉറപ്പിനനുസരിച്ചിരിക്കും അവർക്ക് കിട്ടുന്ന കാര്യവും. നമ്മൾ ഉറപ്പില്ലാതെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യവും ഉറപ്പുണ്ടാവില്ല. അതാ നമ്മളെ പ്രശ്നം. നമ്മൾ അള്ളാഹുവിൽ തവക്കലാക്കിക്കോളി, അതൊക്കെ അള്ളാഹിനെ ശരിയാക്കിക്കോളും, നമ്മൾ ഉറച്ചു നിൽക്കുക, ഒരു ഹറാമ് ചെയ്യില്ലേ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലെന്താണ്, അതിപ്പോൾ ആ വിട്ടപ്പോഴാണ് പോവും. അങ്ങനെ തവക്കലാക്കിയിട്ട് ഇപ്പോൾ കിട്ടുമെന്നൊന്നും ഇപ്പോൾ നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് നമ്മളെ മനസ്സിൽ കണ്ടു. അപ്പം നമ്മൾ ആ സിഖത്ത് കുറഞ്ഞു, ആ ഉറപ്പാണ് കുറഞ്ഞു. അപ്പം തവക്കുലിൻ്റെ ഒരു തൂണ് പൊട്ടി, പിന്നെ കാര്യം നടക്കൂല. അതാണ് നമുക്ക് വരുന്ന പ്രശ്നം. പിന്നെ ഗുഹയിൽ അകപ്പെട്ടപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂലിനോട് ബേജാറായിട്ട് പറഞ്ഞില്ലേ, നബി എന്താ വന്ന് നിൽക്കണ്, തെരച്ചിൽ സംഘം ഗുഹയുടെ മുന്നിലായി വന്ന് നിൽക്കണത്. അവരൊന്ന് താഴേക്ക് കുനിഞ്ഞിട്ട് നോക്കിയാൽ നമ്മൾ ഈ ഗുഹന്റെ ഉള്ളിൽ നമ്മളെ കാണും, പിടിച്ചാ കൊല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താണെന്നറിയോ? തവക്കുലിന്റെ ഒരൊറ്റ വർത്താനാണ്, യാ അബൂബക്കർ, അബൂബക്കറെ, മാ വന്നുക ബിസ്നൈൻ, രണ്ടാളെ കുറിച്ച് നിന്റെ വിചാരം എന്താ? അല്ലാഹു സാലിസുഹുമാ, അവർക്ക് രണ്ടാൾക്കും മൂന്നാമനായിട്ട് ആരുണ്ട്? അള്ളണ്ട്. ഞാനുജും മാത്രല്ല, അള്ളണ്ട്. നീ മടങ്ങിയിരിക്കേ. പറഞ്ഞു തീരേണ്ട താമസം. ശത്രുക്കൾ പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ ആരുമില്ല. അവർ തിരിച്ചാണ് പോയി. അത് പറയാനുള്ള ഇഅ്തിമാദു അലല്ലാഹ്, അസ്സിഖത്തു ബില്ലാഹ്, അത് രണ്ടും ഒത്തിണങ്ങിയ തവക്കുലായിരുന്നു അവർക്ക്. നമുക്ക് ഈ ഒരു തവക്കുലാണ് ഇല്ലാത്തത്. നമ്മൾക്ക് ഇഅ്തിമാദു അലല്ലാഹ് ചിലപ്പോൾ കിട്ടും, സിഖത്ത് ഉണ്ടാവില്ല, ചിലപ്പോൾ രണ്ടും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ തവക്കുലിന്റെ ബലം പോകും. അതുകൊണ്ട് ഫതവക്കൽ അലല്ലാഹ്, നീ അല്ലാഹുവിൽ തവക്കുലാക്ക്. തവക്കുലിലൂടെയാണ് നമുക്ക് റബ്ബിന്റെ സഹായങ്ങൾ ഉണ്ടാവുക.